ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. صدق الله مولانا العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب السامعين. الله سبحانه وتعالى പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് പുറത്തു വരുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ കൃത്യമായി അറിയുകയും അത് നിരീക്ഷിക്കുകയും അത് വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബിനെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. ബഹുമാനികളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ നാട്ടിൽ സങ്കീർണമായ ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച മുതൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് അതിൻ്റെ ആ വ്യാപനത്തിലൂടെ നാം അനുഭവിക്കുന്ന ഭവിഷ്യത്ത് അത് നാം ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനേന നാം വാർത്താമാധ്യമങ്ങൾ തുറന്നാൽ പെരുകിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും ലഹരിയിലൂടെ നടക്കുന്ന ആത്മഹത്യകളും പീഡനങ്ങളും വ്യഭിചാരങ്ങളും അതൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലഹരിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ പറഞ്ഞത് അൽ ഖംറു ഉമ്മുൽ ഖബാഇസ്. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് സർവ്വ വൃത്തികേടുകളുടെയും മാതാവാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഈ സാധനം ഉള്ളിലേക്ക് എത്തിയാൽ, അവൻ്റെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പ്രവർത്തിക്കുന്നത് എന്താണെന്ന്, അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് തന്നെ ധാരണയില്ലാത്തൊരവസ്ഥയിലാണ് അവൻ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ജാഗ്രതയോടെ തൻ്റെ മക്കളെ വളർത്തുന്ന രക്ഷകർത്താക്കൾക്ക് പോലും തൻ്റെ മക്കൾ ലഹരിക്ക് അടിപ്പെട്ടുപോയി അല്ലെങ്കിൽ അതിന് അടിമപ്പെട്ടുപോയി എന്ന് ബോധ്യപ്പെടുന്നത് തന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അവൻ ആ സമയത്തേക്കും അതിൽ അഡിക്റ്റായി പോയിട്ടുണ്ടാവും. അപ്പോഴാണ് അവർക്ക് തിരിച്ചറിയാൻ തന്നെ കഴിയുക. അവിടെ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലിങ്ങനെ പരന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറകളുടെ ക്രയാശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ കൂടി നഷ്ടമാണ്. അതുകൊണ്ടാണ് നാം ഈ വിഷയം ഇത്രയും ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ നഷ്ടമാണ്, നമ്മുടെ മഹല്ലിൻ്റെ നഷ്ടമാണ്, നമ്മുടെ നാടിൻ്റെ നഷ്ടമാണ്. നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ, യുവതലമുറയുടെ ക്രയാശേഷിയും അവരുടെ സർഗാത്മകമായ കഴിവുകളും നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രശ്നമായി തന്നെ നമ്മളതിനെ കാണണം, അല്ലേ? മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവുക, മനുഷ്യത്വമില്ലാതായി പോവുകയാണ്. ക്രൂരമായ സ്വഭാവങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നാം പറയുന്നത് ഉമ്മപെങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത്. ഇന്ന് രാവിലെ ഞാനൊരു ഉമ്മ പർദ്ദയും നിഖാബും ഒക്കെ ഇട്ട് അവർ ക്യാമറയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാണ് ഒരു ഉമ്മ. അവർ പറയുന്നു, എൻ്റെ മകൻ
ഞാൻ നിരന്തരമായി തഹജ്ജുദ് നമസ്കാരത്തിലും തഹജ്ജുദ് നമസ്കാര ശേഷവും സുബഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് എന്റെ ചെറിയ മകൻ എന്റെ അടുത്ത് വന്നിരുന്നത് ശ്രദ്ധാപൂർവം കേട്ടിട്ട് അവൻ എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് വിശുദ്ധമായ ഖുർആൻ പഠിക്കണം ഉമ്മ എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അവനെ കൊണ്ടുപോയി ഒരു ഹിഫ്ദ് പഠിക്കുന്ന സ്ഥാപനത്തിൽ അവനെ പഠിക്കാനാക്കി. അവൻ അവിടെ നിന്ന് ഹിഫ്ദ് പഠിച്ചു. അവൻ കുറെ നാൾ കഴിഞ്ഞ് അവന് ഹിഫ്ദ് പഠിക്കാൻ അവന് കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ ഖുർആനിന്റെ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞ് പിന്നെ അവൻ കുറച്ച് കിതാബുകൾ ഓതി. അതിനിടയിൽ അവൻ കുറച്ച് ദിവസത്തെ കുറച്ച് നീണ്ട ലീവ് അവന് കിട്ടിയപ്പോൾ അവൻ നാട്ടിൽ വന്നു നിന്നു. നാട്ടിൽ വന്നു നിന്ന സമയത്ത് അവന് സാധാരണഗതിയിൽ അവൻ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കപ്പുറമുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നു. ആ സുഹൃത്തുക്കളുമായി അവൻ നല്ല ബന്ധത്തിലാകുന്നു, നല്ല സൗഹൃദത്തിലാകുന്നു. അവരുമായി ഏറ്റവും ആത്മാർത്ഥമായ ബന്ധം അവരുമായി അവൻ സ്ഥാപിച്ചെടുക്കുന്നു. ലഹരി മാഫിയകളുടെ രീതിയും ശൈലിയും തന്നെ അങ്ങനെയാണ്. അവര് അങ്ങനെ ആ ബന്ധം അത് ഏറ്റവും അങ്ങേ അറ്റം സുദൃഢമായ ബന്ധമായി മാറുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവൻ പിന്നീട് ഈ ഉമ്മ വിചാരിക്കുന്നത് പോലുള്ളൊരു മകനായിട്ടല്ല ഈ ഉമ്മ അവനെ കാണുന്നത്. പിന്നീട് ഉമ്മയ്ക്ക് രാത്രിയിൽ ഇവൻ കാരണത്താൽ ആ ഉമ്മയ്ക്ക് രാത്രിയിൽ ഭർത്താവ് ഇല്ലാത്ത മറ്റ് കുടുംബാംഗങ്ങളൊന്നും ഇല്ലാത്ത ഈ ഉമ്മ ഒറ്റയ്ക്ക് തൻ്റെ വീട്ടിൽ മകനെ പേടിച്ച് കിടന്നുറങ്ങാൻ കഴിയാതെ ആ ഉമ്മ പേടിച്ചു കഴിയുകയാണ്. ഇത് ആരോട് പറയും? ആരോടാണ് ഈ അവസ്ഥകൾ പങ്കുവെക്കുക? നാട്ടുകാരോട് പറഞ്ഞാൽ ആ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? ഇതാരോട് പറയും? പിന്നീട് അവർ അവസാനം പോലീസിൽ വിവരമറിയിക്കുന്നു. അവർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. പിന്നീടാണ് ഇവന്റെ ഓരോ രീതിയും ഇവർ കൃത്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃത്യമായി പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യമായി ഇവൻ മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ് അവർ ഉമ്മയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഖുർആൻ പഠിച്ച മകനാണ്, ഖുർആൻ പഠിച്ച മകനാണ്. എത്ര പെട്ടെന്നാണ് കുറച്ച് സുഹൃത്തുക്കൾ വന്ന് അവരുടെ കെണിയിൽ ഇവനെ പെടുത്തുന്നതും ഇവൻ മാരകമായ ലഹരിക്ക് അടിമയാകുന്നതും. ഒരു ദിവസം ഉമ്മ അവന്റെ വാഹനം കഴുകുന്നതിന് വേണ്ടി, അവന്റെ ബൈക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിനകത്ത് ആ സ്കൂട്ടർ തുറക്കുമ്പോഴാണ് ഒരു കവർ അവർക്ക് കിട്ടുന്നത്. ആ കവറിനുള്ളിൽ അത്ര കുപ്പികളുണ്ട്, ചൂയിങ്കമുണ്ട്, അതുപോലെ മറ്റു കുറെ ലൈറ്ററും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് തന്റെ മകൻ ലഹരിക്ക് അഡിക്റ്റാണ് എന്ന്. സഹോദരങ്ങളെ, ആ മകൻ ഇത് ഉമ്മ പിടിച്ചതോടുകൂടി അവൻ ആ വീട് വിട്ടിറങ്ങുകയാണ്. ഇന്ന് ആ മകൻ എവിടെയാണെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ല. അവർ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് പൊട്ടിക്കരയുകയാണ്. മകനെ, നീ എന്നിൽ നിന്ന് പോയെങ്കിലും എന്നും നീ എൻ്റെ മകനാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ തഹജ്ജുദ് നമസ്കാരങ്ങളിൽ ഞാൻ ആവർത്തിച്ച് എൻ്റെ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നീ എന്നെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ആ മാഫിയകളിൽ നിന്ന് നീ ഒന്ന് രക്ഷപ്പെട്ട് എൻ്റെ അടുത്തേക്കൊന്ന് വരാമോ? ഞാൻ നിന്നെയും കാത്തിവിടെ പ്രതീക്ഷയോടെ നിൽക്കുകയാണെന്ന് പറയുന്ന ഉമ്മമാർ നാം കാണുന്നത് ഒന്നോ രണ്ടോ ആണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ തന്നെ നൂറുകണക്കിന് ഉമ്മമാർ ഈ വേദനയിലാണ്. നൂറുകണക്കിന് പിതാക്കന്മാർ ഈ സങ്കടത്തിലാണ്. തന്റെ മകൻ കാരണത്താൽ എന്തു ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ആരോടാണ് അവരുടെ ഈ അവസ്ഥകൾ വിവരിച്ചു കൊടുക്കുക? നാട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? ഇതൊന്നും അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് വൃത്തികേടും ഇത് ഉപയോഗിക്കുന്നവരിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ആക്സിഡന്റുകളിൽ പഠനം പറയുന്നു, കേരളത്തിൽ നടക്കുന്ന ആക്സിഡന്റുകളിൽ 70% മുകളിലും ലഹരി ഉപയോഗിക്കുന്നവർ ഓടിക്കുന്ന വാഹനങ്ങളാണ് അധികമായി ആക്സിഡന്റുകളിൽ പെടുന്നത് എന്ന് കണക്കുകൾ പറയുന്നു. ഇങ്ങനെ സഹോദരങ്ങളെ, കുട്ടികളുടെ സ്വഭാവ വ്യതിയാനം നാം ശ്രദ്ധിക്കണം. നാം ഇപ്പോൾ തന്നെ നമ്മുടെ ചെറുപ്പത്തിലെ തന്നെ മക്കളെ ശ്രദ്ധിച്ചു തുടങ്ങണം. 5 വയസ്സ് കഴിയുമ്പോൾ തന്നെ, മുമ്പൊക്കെ നാം പറഞ്ഞിരുന്നത് അതായത് പ്രായപൂർത്തിയായതിനു ശേഷം നാം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണമെന്നാണ്. ചെറുപ്പം മുതൽ അവരെ നാം ശ്രദ്ധിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ മക്കൾ അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം രക്ഷകർത്താക്കളാണല്ലോ. നാം പറയട്ടെ, അവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കണ്ണുകളുടെ അവസ്ഥ എന്താണെന്ന് നാം പരിശോധിക്കണം. എന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിച്ച് അവിടെ മാനസികമായി അവരെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല. അവരുടെ കണ്ണുകൾ നിരന്തരമായി ചുമന്നിരിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. അവർ നിരന്തരം അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. വിശപ്പില്ലായ്മ, അവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നെനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്നവർ പറയുന്നുണ്ടോ നിരന്തരമായി, അത് നാം അവരെ ശ്രദ്ധിക്കണം.
ഇങ്ങനെയുള്ള ചില അവരുടെ കവിളുകൾ ഒട്ടുന്നുണ്ടോ എന്ന്, അവരുടെ ശരീരം നന്നായി ശോഷിക്കുന്നുണ്ടോ എന്ന്, പഠന നിലവാരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മക്കൾ പെട്ടെന്ന് താഴേക്ക് പഠന നിലവാരത്തിൽ നിന്ന് അവർ താഴേക്ക് വരുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, റൂമുകളിൽ അവർ അധിക സമയവും ഒറ്റയ്ക്കിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, അവയവങ്ങളിൽ എന്തെങ്കിലും പാടുകൾ നാം കണ്ടാൽ, അങ്ങനെ പരിചയമില്ലാത്ത ഏതെങ്കിലും പുതിയ കൂട്ടുകാരുമായി അവൻ കൂട്ടുകെട്ടുണ്ടാക്കുന്നത് കണ്ടാൽ, രാത്രി വൈകി വരുന്നത് കണ്ടാൽ, ഇതിന്റെ ഏതെങ്കിലും അതുപോലെ നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇങ്ങനെയൊക്കെ സഹോദരങ്ങളെ നാം നമ്മുടെ മക്കളിൽ നിന്ന് ഇങ്ങനെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നാം അവരെ ശ്രദ്ധിക്കണം എന്ന് കരുതി അവർ വീട്ടിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് കടന്നു വരുമ്പോൾ കണ്ണ് ചുമന്നിരിക്കുന്നത് കണ്ടിട്ട് നീ കഞ്ചാവ് അടിച്ചിട്ട് വന്നവനാണെന്ന് പറയാനല്ല പറഞ്ഞത്. അങ്ങനെ നാം അവരുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് നാം രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നാം പാലിക്കേണ്ട ജാഗ്രതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇനി അവരതിന് അടിമപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ, അവർ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ഒരിക്കലും രൂക്ഷമായി പ്രതികരിക്കരുത്. പകരം സ്നേഹത്തോടുകൂടി അവരെ ചേർത്ത് പിടിച്ച് ഈ സ്വഭാവം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം നടത്തുകയാണ് വേണ്ടത്. ഒരു ചിന്തകനായ ഒരു വ്യക്തി പറയുന്നുണ്ട്, ഒരാളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടത് എപ്പോഴെന്നറിയോ? അയാൾ നാം ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് അയാൾ സഞ്ചരിക്കുമ്പോഴാണ്. തൻ്റെ മക്കളോട്, തൻ്റെ കൂട്ടുകാരോട് നാം ഏറ്റവും കാരുണ്യത്തോടുകൂടി വർത്തിക്കേണ്ടത് അയാൾ തിന്മയിലേക്ക് പോകുന്നു എന്ന് നാം കാണുമ്പോഴാണ് അയാളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടത് എന്ന്. അഥവാ കാരുണ്യം കാണിച്ചാലേ തിന്മയിലേക്ക് ആണ്ടുപോയവനെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മെ പഠിപ്പിച്ചത്. അവരോട് രോഷം പ്രകടിപ്പിച്ച് അയാളുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തിയാൽ, അയാളുടെ അന്തസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് അയാളോട് സംസാരിച്ചാൽ, അത് മക്കളാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ മക്കളാണെന്ന് കരുതിയിട്ട് അവരെ എന്തും പറയാമെന്നുള്ള കൺസെപ്റ്റ് ഒക്കെ മാറി. അവരൊന്നും നാം പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഇന്നൊന്നും മക്കളില്ല. അതൊക്കെ പണ്ട് കാലങ്ങളിലായിരുന്നു. എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കും, കാരണം എൻ്റെ വാപ്പയിൽ നിന്നാണ് എനിക്ക് ചെലവ് കിട്ടുന്നത് എന്നൊക്കെ കരുതി അവരവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇന്ന് ആ കാലമേ അല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നാം തിരിച്ചറിയണം, അവരോട് രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അയാളുടെ വ്യക്തിത്വത്തെ നമ്മുടെ മക്കളാണെങ്കിൽ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്ന വസ്തുത ഞാനും നിങ്ങളും തിരിച്ചറിയണം. നാം വീണ്ടും അവരോട് രോഷം പ്രകടിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? അവർ വീണ്ടും ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. അവർ കൂടുതൽ ഇതിൽ അഡിക്റ്റായി മാറും എന്നുള്ളത്. അവർക്ക് ടെൻഷൻ വർദ്ധിക്കും. അവർ കരുതുന്നത് കൂടുതലായി ടെൻഷൻ ഉണ്ടാകുമ്പോൾ ടെൻഷൻ മാറാനുള്ള ഒരു ഉപാധിയാണ് ഈ ലഹരി എന്നാണ്. യഥാർത്ഥത്തിൽ അവരെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാളെ പൂർണ്ണമായി തള്ളിക്കളയാതെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തലാണ് ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെ മോചിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായ പോംവഴി എന്ന് പറയുന്നത് അവരെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സഹോദരങ്ങളെ, അവരെ അടച്ചാക്ഷേപിക്കരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഏകദേശം 100 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി കടന്നു വരുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാണ്, അദ്ദേഹം കടന്നു വരുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥയെപ്പറ്റി സഹാബി വിവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തല നന്നായി കുനിഞ്ഞിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പെരടി കുനിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അത്രയും അവശനാണ്. 100 വയസ്സ് അയാൾക്ക് പിന്നിട്ടിരിക്കുന്നു എന്ന് കാഴ്ചയിൽ അയാൾക്ക് നാം തോന്നും, അയാളെ കണ്ടാൽ തോന്നും. എന്നിട്ട് ആ സഹാബി വിവരിക്കുകയാണ്, അയാൾ നടന്നു വരുന്നത് 3 കാലിലാണ് എന്ന് പറഞ്ഞാൽ 2 കാലും മറ്റൊന്ന് അയാളുടെ കയ്യിലുള്ള വടിയും, അങ്ങനെ 3 കാലിലാണ് അയാൾ നടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ തലമുടി മുഴുവനും നരച്ചിട്ടുണ്ട്, തലമുടി മുഴുവനും നന്നായി നരച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് അമിൽതു ദുനൂബ കുല്ലഹാ, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ ദുനിയാവിൽ ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല, എല്ലാ പാപകർമ്മങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മഹാവ്യഭിചാരിയാണ്, ഞാൻ ഒരു കുടിയനാണ്, ഞാൻ നിരന്തരമായി മദ്യപിക്കുന്നവനാണ്, ഞാൻ നിരന്തരമായി പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ്. അത്രയും തെമ്മാടിയായ ധിക്കാരിയായ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്ന് എൻ്റെ പാപഭാരത്തെ ഞാൻ അങ്ങയുടെ മുന്നിൽ ഇറക്കി വെക്കുകയാണ്. സഹോദരങ്ങളെ, അദ്ദേഹം പറയാൻ,
ഞാൻ കുറെ കാലം വ്യഭിചരിച്ചു, ഞാൻ കുറെ കാലം മദ്യപിച്ചു, പിന്നീട് എത്രത്തോളം ഞാൻ അവശനായി എന്ന് പറഞ്ഞാൽ, എനിക്ക് വ്യഭിചരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് എന്റെ ശരീരം എന്നെ അനുവദിക്കുന്നില്ല, അത്രയും ഞാൻ അവശനായി. മദ്യപിച്ചാൽ എന്റെ ശരീരം അത് താങ്ങാൻ കഴിയാത്ത അത്രയും അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു പോയി. എന്നാലും ഏതെങ്കിലും ഒരു ലഹരി പാർട്ടി കണ്ടാൽ എനിക്ക് കുടിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ ആ ലഹരി പാർട്ടിയുടെ അടുത്ത് പോയി ഞാനത് കണ്ടാസ്വദിക്കുമായിരുന്നു. ഏതെങ്കിലും വ്യഭിചാരശാലയുടെ മുന്നിൽ പോയി നിന്ന് ഞാനത് ശബ്ദം കേട്ട് ഞാനത് ആസ്വദിക്കുമായിരുന്നു എന്ന് ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എടാ മഹാപാപി, നീ ഇത്രയും വലിയ പാപിയാണോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ പ്രതീക്ഷിച്ചത് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ട് അയാളെ ആട്ടി ഓടിക്കുമെന്നാണ്, തങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കളയുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. പക്ഷേ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ഈ ബോധം ഉദിച്ചല്ലോ, ഈ പ്രായമെത്തിയപ്പോഴെങ്കിലും താങ്കൾക്ക് ഇത് ചെയ്യാൻ പാടില്ലെന്ന്, താൻ ഇത്രയും കാലം ഈ ചെയ്തതൊക്കെ തെറ്റാണെന്ന്, താൻ ഈ ചെയ്തതൊക്കെ മഹാ അപരാധമാണെന്ന് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അല്ല മനുഷ്യ, താങ്കൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ തശ്ഹദ്, നീ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ് അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഷഹാദത്തിന്റെ വാക്യം ഉച്ചരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, തഫ്അലുൽ ഖൈറാത്ത് വ തത്റുകുസ് സയ്യിആത്ത്, ഇനി മുതൽ താങ്കൾ നന്മകൾ പ്രവർത്തിച്ചു തുടങ്ങൂ, താങ്കൾ ഇതേവരെ ചെയ്ത മുഴുവൻ തിന്മകളും താങ്കൾ ഉപേക്ഷിക്കൂ. താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് താങ്കൾ തയ്യാറാണെങ്കിൽ അല്ലാഹു താങ്കളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ അയാളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉടലെടുക്കുകയാണ്. അയാൾ പ്രവാചകനെ തള്ളിപ്പറയുമെന്ന് കരുതി പ്രവാചകന്റെ മുന്നിൽ വന്ന് നിലവിളിച്ചയാൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് ആവർത്തിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ആ സഹാബി തക്ബീർ ആവർത്തിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, 4 തവണ അദ്ദേഹം ഈ തക്ബീർ ആവർത്തിച്ച് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കി. അദ്ദേഹം സന്തോഷത്തോടുകൂടി, ഇനി ഞാൻ നന്മകൾ ചെയ്ത് എന്റെ റബ്ബിനോട് ഞാൻ ഇത്രയും നാട് കാണിച്ച അനീതികൾക്ക് മുമ്പിൽ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങുന്നു എന്ന് ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്ത് അയാൾ മടങ്ങിപ്പോവുകയാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃക. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയാണല്ലോ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ കരൾ ചവച്ചു പറിച്ച ഒരു വ്യക്തിയായിരുന്നു വഹിഷി എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ആ വ്യക്തി പിന്നീട് ആരായി മാറിയെന്നറിയോ? അവർ വല്ലാതെ വിഷമിച്ചു നടന്നു. കുറെ നാളുകൾക്ക് ശേഷം താൻ ഈ ചെയ്തതൊക്കെ പാപമാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടപ്പോൾ പ്രവാചകന്റെ അടുത്ത് വന്നത് ഏറ്റുപറയുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും പിന്നീട് മുനാഫിക്കുകളുടെ തലവനായ മുസൈലമത്തുൽ കദ്ദാബ് എന്ന മുനാഫിക്കുകളുടെ നേതാവിന്റെ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് ഇസ്ലാമിന്റെ കൂടെ പ്രവാചകന്റെ സന്തത സഹചാരിയായി കൂടെ നിന്ന ആളായി മാറിയാര്? വഹിഷി എന്ന് പറയുന്ന വ്യക്തി. വഹിഷി എന്ന ക്രൂരനിൽ നിന്ന് വഹിഷി എന്ന് കേൾക്കുമ്പോൾ സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൊച്ചാപ്പയുടെ കരൾ കുത്തിപ്പറിച്ചവനെ മാപ്പില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചില്ല, മറിച്ച് ചേർത്തു നിർത്തിയിട്ട് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പകർന്നു കൊടുത്തപ്പോഴായിരുന്നു അയാൾ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പുൽകാനും മനസ്സിലാക്കാനും തുടങ്ങിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെയും അട്ടിയോടിക്കരുത്. വ്യഭിചരിച്ച അവശനായി പ്രവാചകന്റെ മുമ്പിൽ വന്നു നിന്ന മാഇസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, റസൂലേ, ഞാൻ വ്യഭിചരിക്കുകയാണ്, എന്നെ ശിക്ഷ നടപ്പാക്കണം. പ്രവാചകൻ തിരിഞ്ഞു കളഞ്ഞു. അദ്ദേഹം വീണ്ടും അടുത്ത ഭാഗത്തേക്ക് വന്നു, വലതു ഭാഗത്ത് വന്നു. പിന്നീട് പ്രവാചകൻ ഇടത്തേക്ക് തിരിഞ്ഞു, അപ്പോൾ ഇടത്തു ഭാഗത്ത് വന്നു. പിന്നീട് പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു. അദ്ദേഹം വീണ്ടും ബാക്ക്
ബാക്കിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്നി ഖദ് സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചിരിക്കുകയാണ് റസൂലേ, എന്നെ എറിഞ്ഞുകൊല്ലൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോഴെല്ലാം പ്രവാചകൻ അയാളോട് പറഞ്ഞത്, അല്ല, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ, നീ വെറുതെ ചുംബിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. അല്ല അല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ചു. അല്ല, നീ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ മായിസേ, നീ ഒന്ന് തിരിഞ്ഞു നിന്നതേ ഉണ്ടാകുകയുള്ളൂ എന്ന് നീ ആലോചിച്ചു നോക്കൂ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ, ഞാൻ പൂർണ്ണമായി വ്യഭിചരിച്ചു. അദ്ദേഹം ആവർത്തിച്ച് എന്നിൽ ശിക്ഷ നടപ്പാക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ ശിക്ഷ നടപ്പാക്കൂ എന്ന് പറഞ്ഞു വിധിക്കുന്നത്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അധ്യാപനം. അതുകൊണ്ട് ചെയ്തു പോയ പ്രവർത്തനങ്ങൾ, ചെയ്തു പോയ പാപങ്ങൾ, അതിൽ ഖേദിച്ച് മടങ്ങലാണ്. അവർക്ക് തൗബയില്ലെന്ന് പറയലല്ല, അവരെ കാണുമ്പോൾ പുച്ഛത്തോടു കൂടി കാണലല്ല, അവരെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യനാക്കലല്ല വേണ്ടത്, അവരെ ജനങ്ങളുടെ മുമ്പിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മുദ്ര കുത്തുകയല്ല വേണ്ടത്. ഏതെങ്കിലും ഒരാൾ പാപത്തിനും തെറ്റിനും അടിക്കായി പോയിട്ടുണ്ടെങ്കിൽ അവനെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പോംവഴി എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മകനോ മകളോ ആര് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലായി കഴിയുമ്പോൾ അവരെ ആട്ടിപ്പുറത്താക്കരുത്, മറിച്ച് അവരെ ചേർത്ത് നിർത്തണം. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ഉമ്മയാണ് തിരിച്ചറിയുന്നതെങ്കിൽ ആ മകനെ ചേർത്ത് നിർത്തിയിട്ട് പറയണം, മക്കളെ, എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയോ? നിന്റെ വാപ്പ, ആ വാപ്പയെ നോക്കൂ, അയാള് കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന് നീ ജനിക്കുമ്പോൾ എത്ര സൗന്ദര്യവാനായിരുന്നു നിന്റെ വാപ്പ. ആ വാപ്പയിലേക്കൊന്ന് നോക്കൂ, ഇന്ന് ആ വാപ്പയുടെ അവസ്ഥ എന്താണ്? ആ വാപ്പ നല്ല സൗന്ദര്യവാനായി വെളുത്തു തുടുത്തിരുന്ന മനുഷ്യൻ ഇന്ന് നരബാധിച്ച് അയാൾ കറുത്തിരുണ്ട്, അയാൾ ഒരു ഭീകര ജീവിയെ പോലെയായി മാറിയത് നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ടാണ്, നിനക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ്. അയാൾ മണലാരുണ്യത്തിൽ കിടന്ന് രാവും പകലുമില്ലാതെ അധ്വാനിച്ചതിന്റെ പേരിലാണ് അയാള് പാടത്തും പറമ്പത്തും പണിയെടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ടിട്ട് അയാള് എന്തിനാണ് ജീവിച്ചതെന്നറിയോ? അയാളെ തന്നെ ഇല്ലാതാക്കിയത്. അയാളുടെ ആരോഗ്യത്തെ പരിഗണിക്കാതെ, ആ വാപ്പയുടെ സ്വന്തം ശരീരത്തെ പരിഗണിക്കാതെ അദ്ദേഹം ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് മകനെ മകളെ ഒന്നാലോചിച്ചു നോക്കൂ. എന്നെയും നിന്നെയും പരിചരിക്കാനല്ലായിരുന്നോ എന്ന് പറഞ്ഞ് ആ അധ്വാനത്തിന്റെ വിലയെയും മഹത്വത്തെയും ആ മക്കളെ ചേർത്ത് പിടിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ഉമ്മയ്ക്ക് കഴിയണം, ഒരു വാപ്പയ്ക്ക് കഴിയണം സഹോദരങ്ങളെ. അങ്ങനെ കഴിയുമ്പോഴാണ് ആ വാപ്പയുടെ കഷ്ടപ്പാടിനെ അവരുടെ മുമ്പിൽ വിവരിക്കുമ്പോൾ ഏത് ലഹരിക്കടിമപ്പെട്ടവരാണെങ്കിലും, ഏത് തെറ്റിൽ അകപ്പെട്ടു പോയവരാണെങ്കിലും അവരുടെ ഹൃദയം അലിയും, അവരുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകും. അവരുടെ ഹൃദയം എത്രയില്ലെങ്കിലും അത് കേട്ട് 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 തന്റെ വാപ്പയോടുള്ള ഇഷ്ടം വരും, തന്റെ ഉമ്മയോടുള്ള ഇഷ്ടം ആ ഹൃദയത്തിൽ ഉടലെടുക്കും. സഹോദരങ്ങളെ, വാപ്പയുടെ മുതുക് വളഞ്ഞു പോയ അവസ്ഥയെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഈ ഉമ്മയെ നോക്കൂ മകളെ, മകളോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, ഈ ഉമ്മയെ കല്യാണം കഴിക്കുമ്പോൾ പട്ടുപോലെ മൃദുലമായിരുന്ന എന്റെ ഈ രണ്ട് കൈകൾ നിനക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ആട്ടുകല്ലിൽ ആട്ടിയതും ഉരകല്ലിൽ അരച്ചതും അതുപോലെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുമായ എന്റെ പട്ടുപോലെ മൃദുലമായിരുന്ന ഈ കരങ്ങളിൽ നിന്ന് തഴമ്പുണ്ടായത് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് മകളെ എന്ന് പറഞ്ഞു കൊടുക്കണം. വാപ്പ പറഞ്ഞു കൊടുക്കണം, മകനെ, ഇന്ന് നീ ലഹരിയുമായി പോകുന്നുണ്ടല്ലോ, നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാനും നീയും നിന്റെ ഉമ്മയും അടങ്ങുന്ന ഈ കുടുംബം നമ്മൾ താമസിച്ചിരുന്നത് ഏറ്റവും വലിയ ഒരു മണിമാളികയിലായിരുന്നു. നിന്റെ വാപ്പ കുടിയനായതുകൊണ്ട്, നിന്റെ വാപ്പ കുടിച്ചതുകൊണ്ട്, നിന്റെ വാപ്പ സിഗരറ്റ് വലിച്ചു തീർത്തത് കൊണ്ടാണ് ഇന്ന് ഞാനും നീയും നിന്റെ ഉമ്മയും ഈ വാടക വീട്ടിൽ കിടക്കാനുള്ള കാരണം, വാടക വീട്ടിൽ വന്ന് വാടക തിണ്ണയിൽ കിടക്കാനുള്ള കാരണം നിന്റെ വാപ്പയ്ക്ക് അബദ്ധം പറ്റിയത് കൊണ്ടാണ്, വാപ്പയ്ക്ക് ഇനി മാറാൻ കഴിയാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് മകനോട് പറയട്ടെ, മകളോട് പറയട്ടെ, ഇനി മോനെ നീ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തണം സഹോദരങ്ങളെ. മക്കളെ വിളിച്ചിട്ട് ഇതേപോലെ വാപ്പയുടെ വിഷയത്തെ പറ്റി പരാമർശിച്ചിട്ട് പറയണം, ഇന്ന് വാപ്പയ്ക്ക് ഇത് കഴിയുന്നില്ല, വാപ്പയുടെ കരളിത എല്ലാം അടിച്ചു പോയിരിക്കുകയാണ്, വാപ്പയുടെ ലിവർ അത് തകർന്നു പോയിരിക്കുകയാണ്, വാപ്പയുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഉമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും ഇന്ന് ഉമ്മയ്ക്കില്ലാതെ പോയത് ഈ വാപ്പ മുഴുകുടിയനായി മാറിയതിന്റെ പേരിലാണ്. ഈ വാപ്പയുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയത് ഈ വാപ്പ ഈ തെറ്റിനെ കുറിച്ച്
വാപ്പയ്ക്ക് കഴിഞ്ഞില്ല. വാപ്പയെ തിരുത്തിത്തരാൻ ഒരാളില്ലായിരുന്നു. എല്ലാവരും ഈ വാപ്പയെ ആക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷയിൽ ചേർത്തു നിർത്താൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇതോടുകൂടി ഏകദേശമൊക്കെ നമുക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, അവർക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട വഴി ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ വാപ്പ തലകുനിച്ച് നടക്കുന്നത് ഈ വാപ്പയ്ക്ക് ഇത് മാറ്റാൻ, ആ ശീലം മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാ മക്കളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിഞ്ഞാൽ അവിടെ മുതൽ ഞാൻ പറയുന്നു, നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിക്കേണ്ടത് മഹല്ലുകളല്ല തുടക്കം കുറിക്കേണ്ടത്, മറിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഒന്നാമതായി നാം തുടങ്ങേണ്ടത് നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മടിത്തട്ടിൽ നിന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉമ്മയുടെയും വാപ്പയുടെയും മടിത്തട്ടിൽ നിന്ന് ഒന്നാമതായി നാം തുടങ്ങണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. മക്കൾക്ക് നല്ല നല്ല പാരന്റിങ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, നാം നല്ല രക്ഷകർത്താക്കളായി മാറാൻ കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ ആക്ഷേപിക്കാതെ, അടച്ചാക്ഷേപിക്കാതെ, അവരുടെ തിന്മകളെ തന്ത്രപൂർവം അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഉപദേശിക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്ക് അവിടെ മുതൽ നമ്മുടെ ഈ ക്യാമ്പയിൻ തുടങ്ങിയാൽ അത് അവസാനം വിജയത്തിലേക്ക് എത്തിക്കും. അത് വിജയത്തിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ച സമയമായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഇതെങ്ങനെ ഈ തുടങ്ങിയ ക്യാമ്പയിൻ, ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ ക്യാമ്പയിൻ, കഴിഞ്ഞ ആഴ്ച നാം വിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്ന ആ ഒരു മാതൃകയിലൂടെ സാധ്യമാകൂ എന്ന് നാം തുടങ്ങിയല്ലോ. ഉമ്മയുടെ മടിത്തട്ടിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ചെന്ന് അവസാനിക്കുമ്പോഴാണ് യഥാർത്ഥ ലഹരി മുക്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ നാടും നമ്മുടെ തലമുറയും എത്തി ഈ സാമൂഹിക അന്തരീക്ഷം മെച്ചപ്പെടുന്നത് എന്നതിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒറ്റവിളയിൽ ആ ടറഫിൽ നടത്തിയിരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം നടത്തിയിരുന്നു. നാം പ്രതീക്ഷിച്ചതുപോലെ, ഭാരവാഹികൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ജനപങ്കാളിത്തം ഉണ്ടായില്ല. എന്നാലും കുറെ പേരൊക്കെ പങ്കെടുത്തവരൊക്കെ ഒന്നടങ്കം പറയും, ഞാനും പോയി പങ്കെടുത്തിരുന്നു, തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ടിരുന്നു. അൽഹംദുലില്ലാഹ്, അത് കേട്ടിരുന്നവർക്ക് നഷ്ടമാവില്ല. അത്രയും ഗംഭീരമായി വിഷയങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന്റെ ഗൗരവത്തെ നമ്മോട് സൂചിപ്പിച്ചു തന്ന് കേട്ടിരുന്നവരൊക്കെ അതിന്റെ അപകടത്തെ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടാവുകയും ചെയ്തൊരവസ്ഥയിലേക്ക് എത്തിച്ചാണ് ആ ക്ലാസ് എടുത്ത വ്യക്തി അദ്ദേഹത്തിന്റെ ക്ലാസ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേൾക്കാത്തവർക്കൊക്കെ നഷ്ടമായിരുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് പറയാതെ ഇനി വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇനി വരും ആഴ്ചകളിൽ സംഘടിപ്പിക്കുന്നതിലൊക്കെ നമ്മുടെ കൃത്യമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ, അതുപോലെ നമ്മുടെ മക്കളുടെയൊക്കെ സാന്നിധ്യം നാം ഉറപ്പുവരുത്തണം. ഈ ശനിയാഴ്ച അഥവാ നാളെ വൈകുന്നേരം 4 മണിക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് SM നഗറിൽ, നമുക്കൊക്കെ ഈ നാട്ടുകാർക്ക് പറഞ്ഞാൽ അറിയാവുന്നത്, നമ്മുടെ മരണപ്പെട്ടുപോയ സുബൈർ സാഹിബിന്റെ കുടുംബം, ആ തറവാട്, അതിന്റെ മുമ്പിൽ വെച്ചാണ് പരിപാടി നടക്കുക. അതുകൊണ്ട് നാം എല്ലാവരും പങ്കെടുക്കുകയും നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിൽ പങ്കെടുക്കാത്തവരൊക്കെ നമ്മൾ അവിടെ കൃത്യമായി പങ്കെടുക്കണം. നമ്മുടെ ആ പരിസരത്തുള്ളവരെയൊക്കെ നാം അവിടെ കൂട്ടിക്കൊണ്ടുപോവുകയും അതിന്റെ ഗൗരവത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കി നമ്മളൊക്കെ എല്ലാവരും നാം പങ്കെടുക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ അമലുകളും ഇഖ്ലാസുള്ള അമലുകളാക്കി സ്വീകരിക്കും. നമ്മുടെ മഹല്ല് ജമാഅത്ത് വലിയ ത്യാഗത്തോടെയും സന്നദ്ധതയോടെയുമാണ് ഈ പരിപാടികളും ഈ പ്രോഗ്രാമൊക്കെ നമ്മുടെ നാട്ടിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ പൂർണ്ണമായി ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കും സംഘടിപ്പിക്കുന്നവർക്കും അതൊരു നഷ്ടമാണ്, നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ നാടിനും അതൊരു നഷ്ടമായി മാറും എന്ന വസ്തുത നാം തിരിച്ചറിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു സഹോദരി തന്റെ മരണപ്പെട്ടു പോയ ഉമ്മയ്ക്കും വാപ്പയ്ക്കും സഹോദരിക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ പള്ളിക്ക് വേണ്ടി 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ.